ഹലോ കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഇന്ന് ഞാൻ വന്നേക്കുന്ന ഒരു കൊച്ചൊരു വീഡിയോ ആയിട്ടാണ്. ഇത് എൻ്റെ ഒരു ദിവസത്തെ 2 മണിക്കൂർ എന്ന് പറയുമ്പോൾ ഒരു 11-11:15 തൊട്ട് 1-1:15 വരെയുള്ള സമയമായത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് മോന് ചോറ് കൊണ്ടുപോകും. അന്നേരം അവൻ്റെ ലഞ്ച് ബോക്സിനുള്ള ചോറും കറിയും എന്താണെന്ന് വെച്ചാൽ അതൊക്കെ റെഡിയാക്കി കഴിഞ്ഞ് ചേട്ടനും കഴിച്ചിട്ട് പോയി, മോനും കഴിച്ചിട്ട് പോയി, മോൾക്കും കൊടുത്ത് അവളെ മേലൊക്കെ കഴുകിച്ച് അവൾ ഉറക്കമുണ്ട്. അത് കഴിഞ്ഞിട്ട് ഉറക്കവും കഴിഞ്ഞ് ഞാൻ അന്നേരമാണ് അടുക്കളയിലോട്ട് കയറുന്നത്. അതുവരെയുള്ള പാത്രങ്ങളും എല്ലാം ഇങ്ങനെ നിരന്ന് കിടക്കും. അടുക്കള മൊത്തം അലങ്കോലമായിരിക്കും കേട്ടോ. അത് കഴുകിക്കൊണ്ടിരുന്നപ്പോഴാണ് കൊച്ചമ്മ എണീറ്റത്. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്ന് എണീക്കും. പൂച്ച ഉറക്കമാണ്. നമ്മളിങ്ങനെ അന്നേരം വന്നിരുന്നിട്ട് ആട്ടി കൊടുക്കണം. അത് അടുത്തിരുന്ന് ആട്ടണം നമ്മൾ, എന്നാലേ ഉറങ്ങത്തുള്ളൂ. ഉറങ്ങിക്കഴിഞ്ഞ് ഞാൻ അടുക്കളയിലോട്ട് കയറിയില്ല, അതിന് മുമ്പ് വീണ്ടും ഉണർന്ന് ഇനി ഉറക്കമില്ലയെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ അവൾക്ക് കളിപ്പാട്ടമൊക്കെ നിരത്തിയിട്ട് കൊടുത്ത് TV ഇട്ട് കൊടുത്ത് ഞാൻ അടുക്കളയിൽ കയറി. നേരത്തെ കഴുകി ബാലൻസ് ഉണ്ടായിരുന്ന പാത്രമെല്ലാം ബാക്കിയുള്ളത് എല്ലാം കഴുകി വയ്ക്കുമായിരുന്നു. പിന്നെ മീൻ ഇരിപ്പുണ്ടായിരുന്നു, അതും വെട്ടി വൃത്തിയാക്കി. ഇന്ന് മീൻ കറി വെക്കുന്നില്ലെന്ന് പറഞ്ഞാൽ അമ്മ പറഞ്ഞ് വീട്ടിൽ തിരണ്ടി മേടിച്ചെന്ന്. തൊട്ടടുത്ത് അമ്മ താമസിക്കുന്നത്. അന്നേരം അത് വറുത്തരച്ച് കറി ഉണ്ടാക്കി കൊടുത്തു വിടാമെന്ന് പറഞ്ഞു അച്ഛൻ്റെ കയ്യിൽ. അതുകൊണ്ട് ഇന്ന് മീൻ കറി വെക്കുന്നില്ല. പിന്നെ എന്താ ചെയ്യുമെന്ന് വെച്ചാൽ ഒരു ചീനി കിടപ്പുണ്ടായിരുന്നു. ഇന്നലെ കുറേ എടുത്ത് പുഴുങ്ങിയായിരുന്നേ. ചേട്ടന് പുഴുങ്ങിയ ചീനിയാണ് ഇഷ്ടം. പിന്നെ വേവിച്ചത് ഇഷ്ടമല്ല. എനിക്ക് വേവിച്ച ചീനി ഒത്തിരി ഇഷ്ടമാണ്. അതിന് ഒരെണ്ണം ഞാൻ മാറ്റി വെച്ചിരുന്നു. അതരിഞ്ഞ് അത് ചീനിയും വേവിച്ച് ഇച്ചിരി മോരും കാച്ചി കുറച്ച് മീനെടുത്ത് വറക്കാമെന്ന് വിചാരിച്ച്. അന്നേരം അങ്ങനെ ചീനി അടുപ്പയിലായി. അതിന് വേണ്ട തേങ്ങയൊക്കെ തിരുമ്മി അരയ്ക്കാനുള്ളതെല്ലാം എടുത്ത് അതിൻ്റെ രണ്ടിൻ്റെ അരപ്പൊക്കെ റെഡിയാക്കിയപ്പോഴത്തേന് അച്ഛൻ കറിയുമായിട്ട് വന്ന്. നല്ല ചൂടുള്ള കറിയും പിന്നെ അവിയലും ആയിട്ടാണ് അച്ഛൻ വന്നത്. അപ്പോഴേക്കും എൻ്റെ ചീനി വെന്തായിരുന്നേ. ചീനി ഊറ്റി അതിനകത്ത് അരപ്പും ഇട്ട് കുഴച്ചൊക്കെ എടുത്ത് മാറ്റി വെച്ച് ഒഴിക്കാനുള്ള കടുക് വറുക്കുമ്പോൾ അതിനും കൂടെ ഒഴിച്ചാൽ മതിയല്ലോ. ഈ 2 മണിക്കൂറുണ്ടല്ലോ ഗൈസ്, ഭയങ്കര ടെൻഷൻ അടിക്കുന്ന 2 മണിക്കൂറാണ് എനിക്ക് കേട്ടോ. എന്ന് വെച്ചാൽ ഇത്രയും താമസിക്കത്തില്ല അടുക്കളയിലോട്ട് കയറാൻ. ചേട്ടൻ ഒരു 1-1:30 മണിയാകുമ്പോഴത്തേന് ചോറുണ്ണാൻ വരും. അപ്പോഴത്തേനെല്ലാം റെഡി ആക്കണ്ടായോ. എനിക്കതെങ്കിൽ ഇച്ചിരി താമസമുണ്ട്. മീൻ വെട്ടാനായാലും ഒക്കെ ഇച്ചിരി താമസമാണ്. അന്നേരം ആ ഒരു ടെൻഷനിൽ വെപ്രാളമാണ് എനിക്ക് ഈ 2 മണിക്കൂർ എന്ന് പറയുമ്പോൾ. അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഈ വീഡിയോ പിടിക്കുമ്പോൾ അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. സ്റ്റാൻഡില്ലല്ലോ, അന്നേരം ഫോൺ അവിടെ ഇവിടെ ഒക്കെ എടുത്ത് വെക്കുന്നത്. അത് വീഡിയോ പിടിക്കുന്നതെല്ലാം കിട്ടുന്നുണ്ടോ എന്നൊക്കെ നോക്കി അത് അഡ്ജസ്റ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടാണ് ഈ വീഡിയോ പിടിക്കുന്നത്. അങ്ങനെ ഒഴിക്കാനും റെഡിയായി. ഇനിയെന്ന് പറഞ്ഞാൽ നമുക്ക് മീനും കൂടെ വറക്കണം. അത് കഴിഞ്ഞിട്ട് ചേട്ടൻ വരുമ്പോൾ ചോറ് കൊടുത്ത് അവൾക്കും കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ കഴിക്കും. അങ്ങനെ മീൻ ചട്ടി അടുപ്പയിലായി. മീനും വറുക്കാം. പറക്കി വെച്ച് മീൻ റെഡിയാവും. ഇപ്പം 1, 2, 3 റെഡിയായി കണ്ടോ. ചോറെല്ലാം വിളമ്പി ഇനി അവൾക്ക് കൊടുത്തിട്ട് ഞാനും കഴിക്കും. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു. ബൈ.